ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സൃഷ്ടികളിൽ പടച്ചതമ്പുരാനും റസൂലും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എന്റെ മാതാവിനോട്, എന്റെ പിതാവിനോട്. ഇങ്ങനെ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞാൽ മാത്രമാണ് ആ പെണ്ണിന്റെ ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോടായി മാറുന്നത്. അത് കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ തന്നെ. പക്ഷേ വിവാഹം നടക്കുന്നത് വരേക്കും ഒരു പെണ്ണിന്റെ ആദ്യത്തെ കടപ്പാടും തന്റെ ഉമ്മയും ഉപ്പയും തന്നെ. വിവാഹം കഴിഞ്ഞാൽ അത് ഭർത്താവിന് ഉമ്മയും ഉപ്പയും തന്നെയാണ്. ഒരു ഭാര്യക്കാണെങ്കിലോ അത് തന്റെ ഭർത്താവാണ് ആദ്യത്തെ കടപ്പാട്. അത് കഴിഞ്ഞാൽ തന്റെ മാതാപിതാക്കൾ. ഇതിലും ഒരു പാഠമുണ്ട്. ഒരുപാട് നമ്മുടെ വീടുകൾക്കുള്ളിലെ അടുക്കളയിൽ പിറുപിറുക്ക് പറയുന്നത്, അരിശം തീർക്കുന്നത്, കുടുംബ വഴക്കുകൾ ഉണ്ടാകുന്നത്, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്, എന്റെ ഭർത്താവിന് മാതാപിതാക്കൾ മതി, എന്നെ വേണ്ട, അങ്ങനെ പറയല്ലേ. ഭാര്യക്ക് തന്റെ ഭർത്താവിനോടാണ് കടപ്പാടെങ്കിൽ ഭർത്താവിന്റെ കടപ്പാട് ഏറ്റവും ആദ്യം തന്റെ ഉമ്മയോടാണ്, പിന്നെ ഉപ്പയോടാണ്. എന്ന് വിചാരിച്ച് തന്റെ ഉമ്മയോ ഉപ്പയോ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതനുസരിക്കണം എന്നല്ല ഇതിനർത്ഥം. പക്ഷേ ആദരവും ബഹുമാനവും ഏറ്റവും ആദ്യം അർഹിക്കുന്നത് തന്റെ പിതാവാണ്, തന്റെ ഉമ്മയാണ്, തന്റെ പിതാവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഭാര്യ മനസ്സിലാക്കണം. ഒരു ഭാര്യയോടുള്ള സ്നേഹമല്ല ഉമ്മയോട് ഭർത്താവ് കാണിക്കുന്ന സ്നേഹം. കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമല്ല ഭാര്യയോട് കാണിക്കുന്നത്. സുഹൃത്തിനോട് കാണിക്കുന്ന സ്നേഹമല്ല വീട്ടുകാരോട് കാണിക്കുന്നത്. അതുകൊണ്ട് ഉമ്മയെ ഇഷ്ടപ്പെടുമ്പോ എന്നോട് ഇഷ്ടമില്ലാണ്ടായി പോകോ? അതെങ്ങനെ? ഇത് രണ്ടും രണ്ടാണ്. ഒരു ഹൃദയത്തിൽ എത്ര പേർക്കിരിക്കാം, എത്ര വ്യത്യസ്തങ്ങളായ സ്ഥാനമാനങ്ങൾ നമ്മൾ ആർക്കൊക്കെ ഒരേ സമയം വകവെച്ചു കൊടുക്കുന്നു. എന്താ അതിന് പ്രശ്നം? ഇത് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം, പുരുഷന്മാര് മനസ്സിലാക്കണം. നമ്മുടെ വീടുകളിൽ കലഹങ്ങൾ ഉണ്ടാവരുത്. സ്നേഹവും ബഹുമാനവും ആദരവും ഇത്രമേൽ നമ്മളോട് നിഷ്കർഷിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. നമ്മളോട് സ്നേഹിക്കണം, കരുണ ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം, ആദരവ് കാണിക്കണം. നാവുകൾക്ക് ലൈസൻസ് ഇല്ലാണ്ടായി പോകരുത്. എന്തും പറയാനുള്ള ത്രാണിയും എന്തും പറയാനുള്ള ധൈര്യവും അതൊരു വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കരുത്. അത് അധാർമികതയാണ്.